ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫ്രോക്ക് ഉണ്ടായിരുന്നു. ആ ഫ്രോക്കിൽ ഒരു ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടത്. അതിന് കുറച്ച് വർക്കുകളും ഫ്ലവറും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫാബ്രിക് ഈ ഒരു നെറ്റ് പീസ് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ നെറ്റിൻ്റെ ക്ലോത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 ഇഞ്ച് വീതിയിൽ നമ്മൾ നീളം എത്ര വേണം നമുക്ക് ചുരുക്കിടാൻ ആവശ്യത്തിനുള്ള നീളം എടുക്കുക. വീതി 5 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. നേരെ സെൻറ്റർ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ സൂചി നൂല് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വലിയ സ്റ്റിച്ചാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കോർത്ത് തുന്നിയെടുക്കൂലേ, അതുപോലെ ഒന്ന് തുന്നിയെടുക്കുക കേട്ടോ. പിന്നെ സൂചി നൂല് ഉപയോഗിച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് കഴിയൂട്ടോ. അപ്പോൾ കുറച്ച് വലിയ സൂചി ഉണ്ടെങ്കിൽ അത് എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കോർത്തെടുക്കട്ടത് മുഴുവനായിട്ട്. അതാ ഞാൻ അത് മുഴുവനായിട്ട് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് നമ്മൾ മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ട് ഇതുപോലെ അടുത്തടുത്ത് ചുരുക്കുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ആ ചുരുക്കുകളൊക്കെ ഒന്ന് നന്നായിട്ട് വലിച്ച് ഒപ്പം കൊണ്ടുവന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ടൊന്ന് തുന്നിയെടുക്കുക കേട്ടോ. അതൊന്ന് അവിടെ ഒന്ന് സെക്യൂറായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ടൈറ്റിൽ വലിച്ച് പിടിച്ചിട്ട് നമ്മളൊന്ന് തുന്നിയെടുക്കുക. അപ്പോൾ വലിച്ച് പിടിക്കുന്ന സമയത്ത് നൂല് പൊട്ടിപ്പോവാതെ നോക്കണം കേട്ടോ. നൂല് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫസ്റ്റിൽ നിന്ന് തന്നെ ഇതുപോലെ തുന്നിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒന്നായിട്ട് കൂട്ടി പിടിച്ച് ഒന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തുന്നി കൊടുക്കുക കേട്ടോ. ക്രോസ് ആയിട്ട് ഒന്ന് തുന്നി കൊടുത്തിട്ട് കെട്ടിട്ടിട്ട് നിർത്തുക കേട്ടോ. അതാ ഞാൻ ഇത് തുന്നി എടുത്തിട്ടുണ്ട്. ഇനി കെട്ടിട്ടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നൂല്. അതാ ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലവർ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത്, നമ്മളിത് മടക്കിയിട്ടാണല്ലോ തുന്നി കൊടുത്തത്. അപ്പോൾ ആ ഒരു മടക്ക് ഒരു വശത്ത് നിന്ന് ആ ഒരു മടക്ക് ഇങ്ങനെ നിവർത്തി കൊണ്ടുവരാം. ചുറ്റുഭാഗവും ആ ഒരു മടക്ക് ഇതുപോലെ ഒന്ന് നിവർത്തി ആ മടക്കൊന്ന് വേറിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മുഴുവനായിട്ട് ഈ ഒരു മടക്ക് നിവർത്തി കൊടുക്കുക കേട്ടോ. അതാ ഞാൻ ഈ മടക്കൊക്കെ നിവർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലവർ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവറാണ്. നമുക്കിത് കുട്ടികളുടെ ഫ്രോക്കിലും അതേപോലെ ഹെയർ ബാൻഡിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫ്ലവറാണ് കേട്ടോ. പിന്നെ നമുക്ക് ക്രാബ് അതേപോലെ ഹെയർ ബാൻഡ് ഒക്കെ ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ചെയ്തെടുക്കാം. ഒക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെട്ടി കൊടുക്കാം. അതാ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ഫ്ലവർ ആർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഫ്ലവറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവറാണിത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടില്ലേ? ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രോക്കിൽ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫ്രോക്ക് എടുക്കുകയാണ്. ഇതിലാണ് നമ്മളിതൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പീസ് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ നമ്മൾ
നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 ഫ്ലവർ ഇതുപോലെ ഒന്ന് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ബാക്ക് വശത്തൂടെ ഒന്ന് തുന്നിയെടുക്കുകയാണ് കേട്ടോ. ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിത് തുന്നിയെടുക്കുകയാണ്. പിന്നെ അതാ ഒരു ഫ്ലവർ ഇതുപോലെ ഒന്ന് ഞാൻ ഒന്നിങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലവർ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെയും വെച്ച് കൊടുക്കുന്നുണ്ട്. 3 ഫ്ലവർ ഈ ഒരു അരൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടും ഒന്ന് തുന്നി കൊടുക്കുകയാണ് കേട്ടോ. അതാ ഞാൻ ഫ്ലവറൊക്കെ ഒന്ന് തുന്നിയെടുത്ത് വന്നിട്ടുണ്ട്. തുന്നിയെടുക്കുമ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് തോന്നും കേട്ടോ, നല്ലൊരു ഭംഗിയിൽ നിൽക്കും. പിന്നെ ഇതിൻ്റെ ബാക്ക് വശത്താണ് അടുത്ത ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ക് വശത്ത് ഞാൻ അതുപോലെ കുറച്ച് ലൂപ്സുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തതെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു നെറ്റിൻ്റെ പീസ് എടുക്കുക. അത് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ ശരിക്കൊന്ന് ഉള്ളിലോട്ടാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒരു കണ്ടോ ഇതുപോലെ ഒന്ന് ലൂപ്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ 2 വശത്തും ഞാൻ 3 ആക്കിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു വള്ളി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതും നമ്മൾ ഈ ഒരു നെറ്റിൻ്റെ പീസ് കൊണ്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഒരു സേഫ്റ്റി പിന്ന് ഇതിൽ കുത്തി കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷൂവിൻ്റെ വള്ളിയൊക്കെ കെട്ടി കൊടുക്കൂല, അതേപോലെ ക്രോസ് ആയിട്ടൊന്ന് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുട്ടികളൊക്കെ ഈ ഒരു ഫ്രോക്ക് ഇടുമ്പോൾ ആ ഒരു ബാക്ക് വശം കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അതാ ഞാൻ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ ഒന്ന് കെട്ടി കൊടുക്കാം. നിങ്ങൾക്ക് ആ ഒരു വള്ളി കുറച്ച് തൂങ്ങിക്കെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതല്ല കറക്റ്റായിട്ട് ഈ ഒരു ഇത്ര മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാകത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ഇവിടെ ഒന്ന് കെട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രോക്കിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് വേണമെങ്കിൽ എക്സ്ട്രാ ഉള്ള പീസ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു ഫ്രോക്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബോ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഈ ഒരു സാറ്റിൻ ഫാബ്രിക് കൊണ്ട് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ഫ്രോക്കിൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ശരിക്കും കാണിക്കാത്തത്. ഒന്നുമില്ല, ജസ്റ്റ് നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് വലുപ്പത്തിലുള്ള പീസ് തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇപ്പുറം മറിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുക്കാക്കിയിട്ടൊന്ന് നടുവിൽ കെട്ടി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ബോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിവിടെ വെച്ചിട്ട് ഉള്ളിലൂടെ ഒന്ന് തുന്നി കൊടുത്തിട്ടുണ്ട്. അതാ നമ്മുടെ ഫ്രോക്കിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ബീഡ്സൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു ഫ്രോക്കിൻ്റെ ബാക്ക് വശം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കിൽ കുറച്ച് കൂടുതൽ വർക്കും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ കുട്ടികൾ അത് ഈ ഒരു ഫ്രോക്ക് ഇടുന്ന സമയത്ത് നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ അതാ ഫ്രണ്ട് വശമാണിത്. ഫ്രണ്ട് വശത്ത് ഇതാ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. പിന്നെ കമൻറ്റ് എന്തായാലും അറിയിക്കുക. പിന്നെ ലൈക്ക്, അത് പിന്നെ നിങ്ങൾ മറക്കൂലല്ലോ, ലൈക്ക് എന്തായാലും ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ.